ഒരു സ്ത്രീ പൂളിലേക്ക് ചാടാൻ പോകുകയാണ്. പക്ഷേ ഡ്രെയിനേജ് സിസ്റ്റം ഓണാക്കിയതിനാൽ അതിലെ വെള്ളം കുറവാണെന്ന് അവൾ അറിഞ്ഞില്ല. അവിടെ ഒരു നായ കുരയ്ക്കുന്നത് കേട്ട് പൂളിൽ കിടന്നുറങ്ങിയ നായകൻ കണ്ണു തുറന്നപ്പോൾ ഇവൾ ചാടാൻ നിൽക്കുന്നത് കണ്ടവൻ അലറി വിളിച്ചു. അവളുടെ ബാലൻസ് തെറ്റി തലയിടിച്ച് അവൾ പൂളിലേക്ക് വീണു. അവളുടെ തലയിൽ നിന്നും രക്തം വരുന്നുണ്ട്. കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് നായകൻ പൂളിൽ സൺബാത്തിന് വന്നതായിരുന്നു. ഇതൊന്നും ശ്രദ്ധിക്കാതെ പൂൾ മാനേജർ ഡ്രെയിൻ സിസ്റ്റം ഓണാക്കി അവിടെ നിന്നും പോയി. അതിനാൽ പൂളിലെ വെള്ളം കുറയുന്നുണ്ടായിരുന്നു. പട്ടിയുടെ നിർത്താതെയുള്ള കുര കേട്ടിട്ടാണ് അവൻ എഴുന്നേറ്റത്. പൂളിലെ വെള്ളം നന്നായി കുറഞ്ഞതിനാൽ അവന് കരയിലേക്ക് കയറാൻ സാധിച്ചില്ല. ഫോണിൽ വൈബ്രേഷൻ വരുന്നത് കേട്ട് അത് ക്യാച്ച് പിടിക്കാൻ അവൻ അവിടെ നിന്നു. അപ്പോൾ പട്ടി പൂളിലേക്ക് വീഴാൻ പോയി. അതിനെ രക്ഷിക്കാൻ അവൻ ചെന്നപ്പോൾ അവൻ്റെ ഫോൺ താഴെ വീണു. പക്ഷേ ചാർജിംഗ് കേബിളിൽ കുടുങ്ങിക്കിടക്കുന്നതിനാൽ അത് പൂളിൽ വീണില്ല. ഫോൺ എങ്ങനെയെങ്കിലും എടുക്കാൻ നോക്കിയപ്പോൾ അത് പൂളിലേക്ക് വീണു. വെള്ളം കയറിയതിനാൽ ഫോൺ ഓണാകുന്നില്ല. ഡ്രെയിനേജിൽ തോർത്തുകൊണ്ട് മറിച്ച് കൂടുതൽ വെള്ളം നഷ്ടപ്പെടുന്നത് അയാൾ തടയാൻ ശ്രമിച്ചപ്പോൾ അയാളുടെ പാൻസിൻ്റെ സിബ് റിങ്ങിൽ കുടുങ്ങി. അതേസമയം അവിടേക്ക് പിസ്സ ബോയ് വന്നിരുന്നു. അവൻ അയാളെ കാണാൻ സാധിച്ചെങ്കിലും അയാൾക്ക് അവനെ കാണാൻ സാധിച്ചില്ല. ഡെലിവറി ബോയ് പോയ ശേഷമാണ് അവൻ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് നീന്തി മുകളിലെത്തി സഹായത്തിനായി നിലവിളിച്ചു. പക്ഷേ ഡെലിവറി ബോയുടെ ബൈക്കിന്റെ ശബ്ദം കാരണം അയാൾ അത് കേട്ടില്ല. ആരെങ്കിലും തന്നെ രക്ഷിക്കാൻ വരുമെന്നോർത്തിട്ട് അവൻ പൂളിൽ വെയിറ്റ് ചെയ്തു. ഇതേ സമയം ഒരു സ്ത്രീ ഇവനെ തിരക്കി പൂളിൽ വന്നു. അവളുടെ ഗതി ഈ നിലയിലുമായി. നായ വീണ്ടും കുരയ്ക്കാൻ തുടങ്ങി. നോക്കിയപ്പോൾ ഒരു മുതല. നായയുടെ അരികിലേക്ക് മുതല എത്തിയപ്പോൾ മുതലയുടെ കാല് വഴുതിയിട്ട് അത് പൂളിലേക്ക് വീഴുന്നു.